ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയോട് സ്വാഗതം. ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പുതിയൊരു ടെക് വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. ഇന്നത്തെ നമ്മുടെ ടെക് ഐറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വിവോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ഫോണുണ്ട് ഗൈസ്. വിവോ S50T. ഓക്കെ, ഈ ഫോൺ ഇതാണ് വിവോന്റെ ഒരു ഫോൺ. ഓക്കെ, ഈ ഫോൺ ഇന്ത്യയിൽ അവർ ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടില്ല. എന്നാൽ റിലീസ് ചെയ്യുന്നുള്ള ഒരു ഡേറ്റ് അവർക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ, അതാണ് പ്രശ്നം. എന്നാൽ റിലീസ് ചെയ്യുന്ന ഡേറ്റ് കൊടുത്തിട്ടില്ല. പക്ഷെ എന്തെങ്കിലും അവർ ആ ഫോൺ റിലീസ് ചെയ്യും. ആദ്യം നിങ്ങൾക്ക് തന്നെ ഉറപ്പാട് വാക്കാണ്. ഓക്കെ, അപ്പൊ ആ വിവോ S50Tന്റെ ബെസ്റ്റ് ഫീച്ചേഴ്സും റിവ്യൂ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് ജുഗാന്ന് നമുക്ക് നമ്മുടെ വീഡിയോട്ടോ. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, ഈ വിവോ S50T എന്ന് പറഞ്ഞാൽ ഈ ഫോണിൻ്റെ ഗൈസ് ഡിസ്പ്ലേ തന്നെ എന്ന് പറഞ്ഞില്ലേ ഗൈസ് 6.59 6.59 ഇഞ്ചിൻ്റെ 1.5K AMOLED പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. ഓക്കെ, 1.5K പഞ്ച് ഹോൾ ഡിസ്പ്ലേ. ഓക്കെ, അത് പുതിയൊരു പേരാണ്. ഞാനും ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഡിസ്പ്ലേന്റെ പേര് കേൾക്കണത്. പഞ്ച് ഹോൾ എന്ന് പറഞ്ഞാൽ ഫോണിന്റെ ഡിസ്പ്ലേയിൽ ഊട്ടേണ്ടത് ആരും വിചാരിക്കില്ല. അങ്ങനെയൊന്നും അല്ല, അവര് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പേര് കൊടുത്തേക്കണം. പക്ഷെ സ്റ്റാൻഡേർഡ് കുറച്ച് കൂടിപ്പോയെന്നൊരു സംശയം ഇല്ലാതെ ഇല്ല. ഓക്കെ, പിന്നെ 6.59 അത്യാവശ്യം ഒരു നോർമൽ ഫോണിന്റെ ഡിസ്പ്ലേ സൈസ് ആണ് ഗൈസ്. ഓക്കെ, അതാണെങ്കിൽ ഡിസ്പ്ലേനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഗൈസ്, ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ് വന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ഫോണുകളിലുള്ള പോലെ തന്നെ 120 Hz. ഓക്കെ ഗൈസ്, അതാണ് ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ്. ഓക്കെ, അതും ഓക്കെ എല്ലാ ഫോണുകളും ഇപ്പൊ 120 ആണ്. 144 ഒക്കെ ഇറക്കാൻ പാടില്ല. ഇപ്പൊ കുറെ ഫോണുകളൊക്കെ 144 ഇറക്കണത്. വിവോ എന്താണ് ഇങ്ങനെ നോക്കിയിരിക്കണം, ഇറക്കാൻ കാട്ട് പവറാവ് ഗൈസ്. പിന്നെ ഇപ്പൊ റിഫ്രഷ് റേറ്റ് കഴിഞ്ഞു. ഇനി ഗൈസ്, ഈ ഫോണിന്റെ പ്രൊസസ്സറാണ് ഗൈസ്. ഈ വിവോ S50Tന്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒക്ടാ കോർ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8S Gen 3 പ്രൊസസ്സറാണ് ഗൈസ് ഈ ഫോണിൽ വന്നത്. ഓക്കെ, കുറച്ച് വലിയ പേരാണ്, ആരും പേടിക്കരുത്. ഒക്ടാ കോർ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8S Gen 3 അതാണ് ഗൈസ് ഈ ഫോണിന്റെ പ്രൊസസ്സർ. അതൊരു നല്ലൊരു പ്രൊസസ്സറായിട്ട് ഞാൻ പറയുള്ളൂ. ഒരു നോർമലാണ്, എന്നാലും കുറച്ച് അഡ്വാൻസ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളൊരു നല്ലൊരു പ്രൊസസ്സറാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെയാണ് ആ പ്രൊസസ്സറിന്റെ. അതൊക്കെയാണ് എനിക്ക് ആ പ്രൊസസ്സറിനെ പറ്റി പറയാനുള്ളത്. നല്ലൊരു പ്രൊസസ്സറാണ് ഗൈസ്, അത് ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, നല്ലൊരു പ്രൊസസ്സറാണ്, ഗുഡ് വൺ. ഓക്കെ, എനിക്ക് അത്ര പറയാനുള്ളത്, ഗുഡ് ആണ്. ഓക്കെ, പിന്നെ ഗൈസ്, പ്രൊസസ്സർ കഴിഞ്ഞാൽ ഈ ഫോണിന്റെ ബാറ്ററിയാണ് ഗൈസ്. ഈ വിവോ S50Tന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരു ഓക്കെയാണ് ഗൈസ്. കാരണം എനിക്ക് വരാണ്ട് തോന്നിയൊന്നുമില്ല. ഞാൻ പറയാം, ബാറ്ററി 6300 mAh ഒരു ബാറ്ററിയാണ് ഗൈസ് ഈ ഫോണിൽ വരാൻ. 6300 mAh ഒരു ബാറ്ററിയാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ് ഗൈസ്. കാരണം എന്തായാലും ബാറ്ററി 6300 mAh കൊടുത്തത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ എന്നാൽ ഞാൻ പറയുള്ളൂ അതിന്. ഓക്കെ, 6300 mAh ബാറ്ററിയാണ് വിവോ S50T വേണ്ടത്. ഓക്കെ, ബാറ്ററി കഴിഞ്ഞ ഗൈസ്. അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ മെമ്മറി ആൻഡ് സ്റ്റോറേജ് ആണ് ഗൈസ്. ഓക്കെ, മെമ്മറി ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഈ ഫോൺ അവൈലബിൾ ഇൻ 12 GB ഓർ 16 GB RAM ആണ് ഈ ഫോൺ വരുന്നത്. ഓക്കെ, പിന്നെ 256 512 അതാണ് ഗൈസ് ഈ ഫോണിന്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് ഗൈസ് ഈ ഫോണിന്റെ വാരിയന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, വിവോ S50Tന്റെ. ഓക്കെ, പിന്നെ മെമ്മറി ആൻഡ് സ്റ്റോറേജ് കഴിഞ്ഞാൽ ഗൈസ് ഈ ഫോണിന്റെ ചാർജിങ് കപ്പാസിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. കാരണം മറ്റേ നേരത്തെ ഇട്ട വീഡിയോയിലൊക്കെ 30 വാട്ട് 44 വാട്ടിന്റെ ചാർജറൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷെ ഇതിലെ മച്ചാമാരെ 90 വാട്ടിന്റെ ഫാസ്റ്റ് വയർഡ് ചാർജിങ് ആണ്. താങ്ക് യു വിവോ, താങ്ക് യു. 90 വാട്ടാണ്. അപ്പോൾ വേഗം ചാർജ് കയറിക്കോളും. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ തന്നെ ഫുൾ ചാർജ് കയറിക്കോളും. 90 വാട്ടിന്റെ ഫാസ്റ്റ് വയർഡ് ചാർജിങ് ആണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, നല്ലൊരു കാര്യം തന്നെ ഗൈസ്. പിന്നെ ഈ ഫോണിൽ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒറിജിൻ OS 6 ആണ്. ഓക്കെ, അതാണ് ഗൈസ് ഈ ഫോണിൽ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ. അതും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പൊ എല്ലാത്തിലും ഒറിജിൻ OS 6 ആണ് സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്നത്. അതും അടിപൊളി തന്നെയാണ് ഗൈസ്. പിന്നെ ഇതിന്റെ കാണാനൊരു മറ്റേ ഐഫോണിന്റെ ഒരു ഇതില്ല ഗൈസ്. ഈ വിവോ S50T കാണാനൊരു ഐഫോണിന്റെ ഒരു അമ്മ വെച്ച് 2 മക്കളെ പോലെ ഗൈസ്. വിവോന്റെ ഫോൺ ഐഫോൺ ഇതുപോലെ തന്നെ ഇരിക്കണത്. പിന്നെ ഐഫോണിന്റെ ഒരു ക്യാമറ കുറച്ച് വലുതായിരിക്കും, ഇതിന്റെ ഒരു ക്യാമറ കുറച്ച് ചെറുതാണ്. എന്നാലും ഒരമ്മ പറ്റിയ മക്കളെ പോലെ ഇല്ലേ ഗൈസ്. രണ്ടും ഐഫോണെ പോലെ ഉണ്ടല്ലേ, ഞാനും അത് അങ്ങനെ കരുതിയത്. പക്ഷെ ഐഫോണൊന്നും കേട്ടോ, വിവോ S50T ആണ് ഗൈസ്. ഫോൺ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട്. കുറച്ച് സ്ലിം ആണ്, പിന്നെ ഇത്തിരി അധികം വെയിറ്റ് ഒന്നുമില്ല. എല്ലാം കൊണ്ട് ഒരു നോർമൽ ഫോൺ, ഡെയിലി യൂസിന് പറ്റുന്ന ഒരു ബെസ്റ്റ് ഫോണാണ്. ഇപ്പം എൻ്റെ ചാനലിൽ കുറേ ഡെയിലി യൂസിന് പറ്റുന്ന ഫോണൊക്കെ പറഞ്ഞിട്ട് ഗെയിമിംഗ് ഫോണൊക്കെ ഞാൻ ഇടാട്ടോ ഗൈസ്. ഓക്കെ, ഗെയിമിംഗ് ഫോണൊക്കെ ഇടാം. ഇതൊക്കെ നോർമൽ ഡെയിലി യൂസിന് പറ്റുന്ന ഫോണാണ്. ഓക്കെ, നോർമൽ ഡെയിലി യൂസിന് ഈ ഫോൺ ബെസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബെസ്റ്റാണ് മക്കളെ. ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഫോണാണ് ഗൈസ്. നോർമൽ ഡെയിലി യൂസിന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ഫോണാണ് ഞാൻ ഈ ഫോണിനെ പറയുള്ളൂ, വിവോ S50T. ഓക്കെ,
പിന്നെ ഈ ഫോണിൻ്റെ ഗൈസ് പ്രൈസ് തന്നെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല 46,700 രൂപ, 46,700 റുപ്പീസാണ് ഈ ഫോണിൻ്റെ വില വരുന്നത്. ഓക്കെ ഒരു ഓക്കെ ബഡ്ജറ്റ്, കാരണം ഇപ്പോൾ എന്തായാലും 30,000 40,000 കൊടുക്കണം എന്തായാലും നല്ലൊരു ഫോൺ വാങ്ങണമെങ്കിൽ. അപ്പോൾ ആ പ്രൈസ് റേഞ്ചിൽ ഗൈസ് എന്തായാലും ഈ ഫോൺ ഒരു നോർമൽ ഡെയിലി യൂസ് ഫോൺ ആയതുകൊണ്ട് ബാറ്ററി ആയാലും എല്ലാവരും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചാർജർ ആയാലും എന്തായാലും ഇഷ്ടപ്പെട്ട പ്രൊസസ്സർ ആകുമ്പോൾ ഓക്കെ ഡിസ്പ്ലേ ആയാലും ഓക്കെ എല്ലാം അങ്ങനെ പറയുള്ളൂ. അത് രണ്ടും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത്. പക്ഷേ ബാറ്ററിയും ചാർജറും ഞാൻ എടുത്തു പറയും അടിപൊളിയാണ്. ഓക്കെ ഫോൺ എന്തായാലും അടിപൊളിയുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ IP68 ഞാൻ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റാണ്. പിന്നെ ഗൈസ് വിഷമിക്കുന്ന പറഞ്ഞാൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഈ ഫോൺ വന്നില്ല. അതാണ് വിഷമമെന്ന കാര്യം. എന്തായാലും കുഴപ്പമില്ല, കാരണം ഇപ്പോൾ എല്ലാ മോഡേൺ ഫോണിലൊന്നും അതൊന്നും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. പിന്നെ ഫിംഗർ പ്രിന്റ് ഫേസ് ഐഡിയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ അതൊക്കെയാണ് ഗൈസ് ഈ വീഡിയോയിൽ ഈ വിവോ S50ൻ്റെ ബെസ്റ്റ് ഫീച്ചേഴ്സും റിവ്യൂ പറയാൻ ഞാൻ വന്നത്. അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. അത് ഒഫീഷ്യലായിട്ട് എന്താ പുറത്തു വിടണമെന്നൊന്നും അറിയില്ല. അപ്പോൾ പുറത്തു വിടുന്ന ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് കൂടി ഞാൻ അറിയിക്കാം, എന്താ പുറത്തു വിടുന്നത് ഞാൻ ഷോർട്സ് കൂടി അറിയിക്കാം. അപ്പോൾ നിങ്ങൾ പോയിട്ട് അതിൻ്റെ വിവോൻ്റെ ഒഫീഷ്യൽ ഷോറൂമിൽ പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വിവോ S50ൻ്റെ ഫീച്ചേഴ്സും റിവ്യൂവും ഞാൻ പറഞ്ഞതിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്, ബൈ.